നമ്മുടെ മലയാള സിനിമയുടെ രണ്ട് നെടുന്തൂണുകളാണ് നമ്മുടെ ബിഗംസ്. 40 വർഷത്തിലേറെയായി ഇവർ ഇൻഡസ്ട്രി ഭരിക്കുന്നുണ്ട്. ഇപ്പോഴും ഫാൻസ് ഒക്കെ ഇവരിൽ ആരാണ് ബെറ്റർ എന്ന പേരിൽ ഡിബേറ്റ് നടത്തുന്നുണ്ട്. ഈ ഒരു സിനിമാ കരിയറിൽ ഒരുപാട് ഡൗൺഫോൾസ് മമ്മൂക്കും ലാലേട്ടനും പല സമയങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. നമുക്കിന്ന് ലാലേട്ടന്റെ കരിയറിലെ ഒരു മേജർ ഡൗൺഫോളിനെ കുറിച്ച് സംസാരിക്കാം. ഇനിയൊരു തിരിച്ചുവരവ് ഇങ്ങേർക്കില്ല എന്ന് എല്ലാവരും പറഞ്ഞിരുന്ന കാലം. നടക്കൂല, കഴിഞ്ഞ് ഖതം, ഗുഡ് ബൈ, പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരൂല. എല്ലാവരും മീമും ട്രോൾസും ഒക്കെ ഉണ്ടാക്കി വലിച്ച് കീറിയിരുന്ന കാലം. ഫാൻസ് പോലും ഇങ്ങേരുടെ ഒരു നല്ല സിനിമ ഇറങ്ങാനായി കൊതിച്ചു നിന്നിരുന്നു. മലയാള സിനിമയ്ക്ക് എന്തായിരുന്നു മോഹൻലാൽ എന്ന് പലരും മറന്നുപോയിരുന്നു. ലാലേട്ടന്റെ കരിയറിലെ ആ ഒരു പ്രത്യേക ഫേസ് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇത് എല്ലാം തുടങ്ങിയത് 2018 ആ സമയത്ത് വാനോളം ഹൈപ്പിൽ റിലീസ് ചെയ്ത ലാലേട്ടന്റെ ഒരു സിനിമയായിരുന്നു ഈ ഒരു ഡൗൺഫോളിന്റെ ഒക്കെ ഒരു തുടക്കം. അന്ന് ആ സിനിമ എല്ലാ പ്രേക്ഷകരും അത്രയും പ്രതീക്ഷയോടെ, എന്ന് വെച്ചാൽ മലയാള സിനിമയെ തന്നെ മൊത്തമായി വേറെ ലെവലിൽ കൊണ്ടുപോകും എന്ന രീതിയിലായിരുന്നു പ്രതീക്ഷകൾ. ആ ഒരു സിനിമക്ക് അത്രയും ഒരു ഹൈപ്പ് വരാൻ മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ആ സിനിമയുടെ ഡയറക്ടറിന്റെ തള്ളുകളായിരുന്നു. ബാഹുബലി എന്ന തെലുങ്ക് ചിത്രം ലോക സിനിമാ ചരിത്രത്തിൽ ഇടം നേടിയതിന് സമാനമായ നേട്ടം ഒടിയൻ മലയാള സിനിമയ്ക്ക് സമ്മാനിക്കുമെന്ന് സംവിധായകൻ VA ശ്രീകുമാർ മേനോൻ. ഇങ്ങോട്ട് വന്നേനി, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേനി. പിന്നെ ലാലേട്ടന്റെ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ മേക്ക് ഓവർ. ഇങ്ങനെയുണ്ടായിരുന്ന ലാലേട്ടൻ ഈ സിനിമക്ക് വേണ്ടി മാത്രം സർജറി ചെയ്ത് മുഖം ഇങ്ങനെയാക്കി മാറ്റി. പിന്നെ സിനിമയുടെ കൺസെപ്റ്റ് അത്രയും കിടിലനായ ഒരു ഫാന്റസി എലമെന്റ് ആയിരുന്നു ഒടിയൻ. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഹർത്താൽ ദിവസം ഒരു സിനിമ റിലീസ് ചെയ്യുകയാണ്. അതൊരു ചരിത്ര നിമിഷമായിരുന്നു. ആൾക്കാരൊക്കെ ഫസ്റ്റ് ദിവസം തന്നെ തിയേറ്ററിൽ മൊത്തം നിറഞ്ഞു. പക്ഷേ മലയാള സിനിമയ്ക്ക് ഒരു ടേണിംഗ് പോയിന്റ് ആവേണ്ടിയിരുന്ന ഒടിയൻ മലയാള സിനിമയിലെ ഏറ്റവും വലിയ സ്കാമുകളിൽ ഒന്നായി മാറി. സിനിമ കണ്ട ഫാൻസ് പോലും വെറുത്തുപോയി. എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു, അതൊരു കംപ്ലീറ്റ് ഡിസാസ്റ്റർ സിനിമയായിരുന്നു. അതിനുശേഷം മോഹൻലാൽ എന്ന നടന്റെ കരിയറിലെ ഡൗൺഫോളും തുടങ്ങി. ആ വർഷം കഴിഞ്ഞ് 2019 ലൂസിഫർ ഇറങ്ങി. ഫാൻസ് ഒക്കെ ഹാപ്പിയായി. ഇനി ലാലേട്ടന്റെ നല്ല സിനിമകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ അതേ വർഷം തന്നെ ഇട്ടിമാണി ഇറങ്ങി, എന്തിനോ വേണ്ടിയുള്ള ഒരു ക്രിഞ്ച് പടം. പിന്നെ 2020 ബിഗ് ബ്രദറും, അത് അതിലും വലിയ ക്രിഞ്ച് പടം. എന്റെ ഏട്ടൻ എന്തൊരു സുന്ദരനാ, എങ്ങനെ തോന്നിയവർക്ക് ഇത്രയും കാലം ഏട്ടനെ പിടിച്ചു വെക്കാൻ. രണ്ടും മോശം സിനിമകൾ. രണ്ട് സിനിമയിലും ലാലേട്ടന്റെ മോശം പെർഫോമൻസും ഓഡിയൻസ് ഒക്കെ എന്തോ ഒരു മാറ്റം നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2022 ദൃശ്യം 2 OTT റിലീസായി നല്ല അഭിപ്രായങ്ങളൊക്കെ നേടി. പക്ഷേ അതിന്റെ ശേഷം വലിയ ഹൈപ്പിൽ വന്ന മരക്കാർ അറബിക്കടലിലെ സിംഹം, അത് മറ്റൊരു വലിയ ഡിസാസ്റ്ററായി മാറി. വിട്ടിയിട്ട വായത്തണ്ട് പോലെ കിടപ്പ് കണ്ടപ്പ അതിൽ നിന്ന് കുറെ ട്രോൾസും മീംസും ലാലേട്ടനെ കളിയാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു. അതിനുശേഷം ഓരോ സിനിമയും കഴിയും തോറും അദ്ദേഹത്തിന്റെ പെർഫോമൻസും സിനിമയുടെ ക്വാളിറ്റിയും മോശമാവാൻ തുടങ്ങി. അന്ന് പലരും പറഞ്ഞിരുന്ന കാര്യമാണ്, റാഫിക്കിന് ശേഷം മലയാള സിനിമയും ഒടിയന് ശേഷം ലാലേട്ടനും പഴയതുപോലെ ആയിരുന്നില്ല എന്നുള്ളത്. 2022 അങ്ങനെ ഓഡിയൻസിന് പ്രതീക്ഷ കൊടുത്ത് വെറുപ്പിച്ച് നിരാശരാക്കിയ സിനിമകളാണ് ആറാട്ടും മോൺസ്റ്ററും. സിനിമയുടെ സ്ക്രിപ്റ്റും മേക്കിങ്ങും പെർഫോമൻസും ഒക്കെ വീക്കായിരുന്നു. ഇങ്ങനെ ഒരു ലെജൻഡ് ആക്ടറായ മോഹൻലാലിന്റെ ഫിലിമോഗ്രാഫിയിൽ ഉൾക്കൊള്ളിക്കാൻ പോലും അർഹതയില്ലാത്ത സിനിമകളായിരുന്നു ആറാട്ടും മോൺസ്റ്ററും ഒക്കെ. 2022 ശേഷം ലാലേട്ടന്റെ ഈ ഒരു ഡൗൺഫോളും മമ്മൂക്കയുടെ കിടിലൻ മൂവീസും ഒരുമിച്ച് വന്നത് ഫാൻസിനിടയിൽ ഒരു വലിയ യുദ്ധം തുടങ്ങി വെച്ചു. പിന്നെ ലാലേട്ടന്റെ എക്സ്പെരിമെന്റൽ മൂവി എന്ന് പറഞ്ഞൊരു സിനിമ വന്നു, എലോണ്. അതും ഒരു കംപ്ലീറ്റ് ഡിസാസ്റ്റർ ആയി മാറി. ഒടിയന് ശേഷം ആ ഒരു സർജറി കാരണം അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള കഴിവ് പോയി. ഫേസിൽ ഇനി എക്സ്പ്രഷൻ ഒന്നും വരില്ല എന്നും പറഞ്ഞ നല്ല ഹാർഷ് രീതിയിൽ തന്നെ ആൾക്കാരൊക്കെ ക്രിട്ടിസൈസ് ചെയ്തു. 2019 ശേഷം 2023 വരെ ഓഡിയൻസിനോ ഫാൻസിനോ അദ്ദേഹത്തിന്റെ ഒരു നല്ല സിനിമ തിയേറ്ററിൽ കാണാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ആകെ താഴെ പോയ സമയത്ത് നേര് സിനിമ ഇറങ്ങിയത് ഒരു ആശ്വാസമായിരുന്നു. അതിലെ ലാലേട്ടന്റെ പെർഫോമൻസ് കണ്ടിട്ട് ആൾക്കാർക്കൊക്കെ ഏകദേശം മനസ്സിലായി അദ്ദേഹം തിരിച്ചു വരും. അതിന്റെ കൂടെ ജയിലറിലെ ആ ഒരു ക്യാമിയോ, അപ്പൊ നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്താ നിന്നെ ഡിന്നറിന് കൂട്ടിട്ട് പോവാ, എന്താ അതും ഓഡിയൻസിനെ വല്ലാണ്ട് ത്രില്ലടിപ്പിച്ചു. നമ്മളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന മോഹൻലാൽ ഇതാണ് എന്ന് അന്ന് പലരും പറഞ്ഞു. അങ്ങനെ 2024 ഇതുവരെയുള്ള എല്ലാ ഫ്ലോപ്പ് സിനിമയുടെയും ക്ഷീണം അദ്ദേഹം ഒറ്റ
ഒറ്റ സിനിമയിൽ കംബാക്ക് അടിച്ച് തീർക്കും എന്ന് എല്ലാവരും വിശ്വസിച്ചു. അതിനും മാത്രം പൊട്ടൻഷ്യലുള്ള ഒരു പ്രൊജക്റ്റും അന്ന് ഓണായി. ലിജോ ജോസ് പല്ലിശ്ശേരി ഡയറക്ടിങ്, മോഹൻലാൽ. അദ്ദേഹം മമ്മൂക്കയെ വെച്ച് നൻപകൽ നേരത്ത് മയക്കം പോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമ എടുത്ത് അതിനുശേഷമാണ് ലാലേട്ടനുമായി മലൈക്കോട്ടൈ വാലിബനുമായി എത്തുന്നത്. വാലിബനും ഒടിയനെ പോലെ തന്നെ അത്രയും പ്രതീക്ഷ ആൾക്കാർക്ക് നൽകി. മേക്കേഴ്സിന്റെ ഭാഗത്തു നിന്നും കുറെ തള്ളുകളും ഉണ്ടായിരുന്നു. ലാലേട്ടന്റെ ഇൻട്രോ സീനിൽ തിയേറ്റർ കുലുങ്ങും എന്നൊക്കെ. കളിക്കുന്ന ആദ്യത്തെ ഷോ ഞാൻ തിയേറ്ററിനകത്തില്ലാതെ പുറത്തു നിന്ന് കാണാന്ന് വിചാരിക്കും. കാരണം എന്ന് വെച്ചാൽ ലാൽ സാറിന്റെ ഇൻട്രൊഡക്ഷനിൽ ശരിക്കും തിയേറ്റർ കുലുങ്ങും. അങ്ങനെ ഒരു മാസ് ഇൻട്രോയൊക്കെ പ്രതീക്ഷിച്ച് FDFSന് രാവിലെ പോയവരൊക്കെ ഇൻട്രോ സീനിൽ ഒരു എക്സ്പ്രഷനും ഇല്ലാതെ എന്താണിത് എന്ന ചിന്തയിൽ ഇരിക്കുകയായിരുന്നു. ഇതല്ലായിരുന്നു ഓഡിയൻസ് പ്രതീക്ഷിച്ചത് എന്ന രീതിയിലായിരുന്നു സിനിമയുടെ മൊത്തം റിവ്യൂസ്. സംഭവം ശരിയാണ്, വാലിബന് ഇന്നും ഒരു ഫാൻ ബേസ് ഉണ്ട്. പക്ഷേ ആ സിനിമ അന്ന് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്ത് ഇറക്കുകയായിരുന്നെങ്കിൽ അന്ന് ഓഡിയൻസിന് വർക്ക് ആവേണ്ട ഒരു പടം തന്നെയായിരുന്നു. ഇതിപ്പോ മാസ് പ്രതീക്ഷിച്ചു പോയവർക്ക് കിട്ടിയതൊരു മുത്തശ്ശി കഥയായിരുന്നു. ഇതിനിടയിൽ ഈ സിനിമകൾക്കെല്ലാം വളരെ മോശം റിവ്യൂസ് വന്നിട്ട് അതിനെതിരെ ലാലേട്ടൻ പ്രതികരിച്ച് അതും ഒരു കോൺട്രവേഴ്സി ആയി. ഒരാൾ അതിന്റെ എഡിറ്റിംഗ് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നവരാണോ? പക്ഷെ ഒരു സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ വേണം. കൂടാതെ അദ്ദേഹം ആദ്യമായി സിനിമ ഡയറക്റ്റ് ചെയ്ത് അതും ഫ്ലോപ്പായി. നമ്മുടെ ബറോസ് തന്നെ ഫ്ലോപ്പായി എന്നല്ല, ആ ഒരു സിനിമ കൊണ്ട് അന്ന് ഓൾറെഡി അങ്ങേർക്ക് കിട്ടിയിരുന്ന ഊക്ക് ഒരു 5 ഇരട്ടി കൂടി. അങ്ങനെയാണ് ലൂസിഫറിന്റെ 2ാം ഭാഗം 2025 വരുന്നത്. ആ സിനിമക്കുണ്ടായിരുന്ന ഹൈപ്പ് എല്ലാവർക്കും അറിയാലോ. പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്യുന്നു, ഖുറൈശി അബ്രാമിന്റെ സ്റ്റോറി, പീക്ക് പ്രൊമോഷൻസ്, ഫസ്റ്റ് ഡേ തന്നെ റെക്കോർഡ് ബുക്കിംഗ്. അങ്ങനെ സിനിമ റിലീസ് ആയപ്പോ സിനിമക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ലാലേട്ടന്റെ ഒരു ബോക്സ് ഓഫീസ് കംബാക്കിന്റെ തുടക്കം അതായിരുന്നു എമ്പുരാൻ. പക്ഷെ അപ്പോഴും അതായിരുന്നില്ല മലയാളികൾ ഇഷ്ടപ്പെട്ടിരുന്ന, കാണാൻ ആഗ്രഹിച്ചിരുന്ന മോഹൻലാൽ സിനിമ. അതിനുശേഷം വന്ന ഒരു കുഞ്ഞു സിനിമയാണ്. സൗദി വെള്ളക്കയുടെയും ഓപ്പറേഷൻ ജാവയുടെയും ശേഷം തരുൺ മൂർത്തി ലാലേട്ടനെ വെച്ച് ചെയ്ത തുടരും. അതായിരുന്നു ലാലേട്ടന്റെ ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു പ്രോപ്പർ തിരിച്ചുവരവ്. പഴയ ആ ലാലേട്ടനെ തിരിച്ചു കിട്ടിയത് പ്രേക്ഷകരെല്ലാവരും ഒരു ആഘോഷമാക്കി മാറ്റി. മോഹൻലാല് ഓഡിയൻസിന് ആരായിരുന്നു എന്ന് ആ സിനിമയുടെ ആ ഒരു വലിയ വിജയം കണ്ടാൽ മനസ്സിലാവും. ആസ് എ പെർഫോമർ അദ്ദേഹം ആ സിനിമയിൽ ഓഡിയൻസിനെ ഞെട്ടിച്ചു. അതുവരെ കളിയാക്കിയിരുന്നവരെല്ലാം ആ ഒരൊറ്റ സിനിമ കൊണ്ട് മാറ്റി പറഞ്ഞു. 2025 ലിറ്ററലി അദ്ദേഹത്തിന്റെ വർഷമായിരുന്നു. 2025 ഇറങ്ങിയ എമ്പുരാനും തുടരവും ഹൃദയപൂർവ്വവും 3 സിനിമകളും 100 കോടി കളക്ഷൻ നേടി റെക്കോർഡ് അടിച്ചു. കൂടാതെ അതിൽ തന്നെ ഇൻഡസ്ട്രീറ്റും ആ ഒരു കംബാക്ക് അത്രയും കിടിലമായതുകൊണ്ട് അതിനിടയിൽ ഇറങ്ങിയ വൃഷഭക്കും കണ്ണപ്പക്കും അദ്ദേഹത്തിന്റെ സ്റ്റാർഡത്തെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോ ദൃശ്യം 3യിലും ഓഡിയൻസിനെ ഞെട്ടിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കൂടാതെ വലിയ വലിയ അവാർഡ്സും അദ്ദേഹത്തിന് ലഭിച്ചു. അങ്ങനെ ഒരു പ്രോപ്പർ ഡൗൺഫോളും അതിനുശേഷമുള്ള ഒരു ഗംഭീര തിരിച്ചുവരവും അദ്ദേഹം കരിയറിൽ നടത്തി. ഇനി ലാലേട്ടനെ പ്രൂവ് ചെയ്യാനായിട്ട് ഒന്നും തന്നെയില്ല. മമ്മൂക്കാക്കും ഇവരിൽ ആരാണ് ബെറ്റർ എന്ന് പറഞ്ഞ് തല്ലുകൂടുന്നവരോട് അവര് തന്നെ ഒരുമിച്ച് ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു സിനിമ ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും. ഇറ്റ്സ് ഓൾവേസ് മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ, നോട്ട് മമ്മൂട്ടി വേഴ്സസ് മോഹൻലാൽ. സോ ഗൈസ്, ഈ വീഡിയോ എന്താക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോ. ഇഫ് യു ലൈക്ക് ദ കണ്ടന്റ്, ഡു സബ്സ്ക്രൈബ്. ടേക്ക് കെയർ, ബൈ ബൈ.